ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ ബിസിനസ്സുകളെയും കോർപ്പറേഷനുകളെയും പോലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും പേരുകേട്ട ദക്ഷിണ കൊറിയൻ ബഹുരാഷ്ട്ര കമ്പനിയായ LGയും അതിൻ്റെ ലോഗോയിൽ അഭിമാനിക്കുന്നുണ്ട്. വ്യക്തിത്വം നിറഞ്ഞ ഞങ്ങളുടെ പുഞ്ചിരിക്കുന്ന ലോഗോ മനുഷ്യത്വത്തെയും ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുന്നു. ഞങ്ങളത് എല്ലായ്പ്പോഴും ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുന്നു. അതാണ് ഞങ്ങളെ പ്രത്യേകതയുള്ളതും അസാധാരണവുമായി തോന്നിപ്പിക്കുന്നത്. കമ്പനി അതിൻ്റെ കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഫണ്ണിയായ മുഖം ഉൾക്കൊള്ളുന്ന റൂബി റെഡ് ലോഗോ ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മൈക്രോവേവ് ഓവനുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവയിൽ പതിറ്റാണ്ടുകളായി അലങ്കരിക്കുന്നു. LGയുടെ അഭിപ്രായത്തിൽ BC 57 മുതൽ AD 935 വരെ നിലനിന്നിരുന്ന സില്ല രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലെ സില്ലയുടെ പുഞ്ചിരി എന്നറിയപ്പെടുന്ന ഒരു പുരാതന കലാസൃഷ്ടിയിൽ നിന്നാണ് ഇതിൻ്റെ രൂപകൽപ്പന പ്രചോദനം ഉൾക്കൊണ്ടത്. പരമ്പരാഗത കൊറിയൻ മേൽക്കൂരകളുടെയോ ചുവരുകളുടെയോ അരികുകളിലെ അവസാന ടൈലുകളായാണ് സുമാക്സെ എന്ന അലങ്കാര ടൈൽ ഉപയോഗിച്ചിരുന്നത്. അത്തരം ടൈലുകളിൽ പലപ്പോഴും താമര പാറ്റേണുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും പുഞ്ചിരിക്കുന്ന ഈ രൂപകൽപ്പന അസാധാരണ വിധം അപൂർവമാണ്. തീർച്ചയായും ഇത് സില്ല കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഒരേ ഒരു ഉദാഹരണമാണ്. കൊറിയൻ ഉപദ്വീപിലുള്ള 3 രാജ്യങ്ങളായിരുന്നു സില്ല, ബേഗ്ജെ, ഗോഗുറിയോ. പുരാതന കാലത്ത് ഉപദ്വീപിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഈ രാജ്യങ്ങൾ ശക്തമായി മത്സരിച്ചിരുന്നു. ഓരോ രാജ്യവും വ്യത്യസ്ത പ്രദേശങ്ങൾ നിയന്ത്രിച്ചു. ലിയോഡോങ് ഉപദ്വീപും മഞ്ചൂറിയയും ചേർന്ന ഉപദ്വീപിൻ്റെ വടക്കു പകുതി ഗോഗുറിയോ ഭരിച്ചു. അതേസമയം ബേജ്കെ തെക്കു പടിഞ്ഞാറൻ കൊറിയയിൽ ആധിപത്യം സ്ഥാപിച്ചു. കൊറിയൻ ഉപദ്വീപിൻ്റെ തെക്കൻ മധ്യപ്രദേശങ്ങൾ സില്ല രാജവംശവും കൈവശപ്പെടുത്തി. 3 രാജ്യങ്ങളിൽ ആദ്യത്തേതും തുടക്കത്തിൽ ഏറ്റവും ചെറുതും ദുർബലവുമായിരുന്നു സില്ല. തന്ത്രപരമായ സഖ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് അവർ ആദ്യം കൊറിയൻ എതിരാളികളുമായും പിന്നീട് ചൈനയിലെ ശക്തമായ ടാങ് രാജവംശവുമായും വളരെ സമൃദ്ധമായ നയതന്ത്രം പ്രയോഗിച്ചു. 503-ൽ രാജ്യം അതിൻ്റെ പേര് സരോയിൽ നിന്ന് സില്ല എന്നാക്കി മാറ്റി. 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗയ കോൺഫെഡറൻസിയെ അവർ കൂട്ടിച്ചേർത്തു. ഇത് ഗയ കോൺഫെഡറൻസിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ഗോഗുറിയോയും ബേജ്കയും തമ്മിലുള്ള സഖ്യത്തിന് കാരണമായി. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ നേരിട്ട സില്ല ടാങ് രാജവംശവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി. മഞ്ഞക്കടലിലേക്കുള്ള പുതിയ പ്രവേശനം ചൈനയുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ ഉപയോഗിക്കും. ടാങ് പിന്തുണയോടെ സില്ല ഗോഗുറിയോയും ബേജ്കോയും കീഴടക്കി. തുടർന്ന് ടാങ് സൈന്യത്തെ ഉപദ്വീപിൽ നിന്നും പുറത്താക്കി പ്യോങ്യാങ്ങിന് തെക്കുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഉറപ്പിച്ചു. സിയോറോബിയോൾ, അതായത് ഇപ്പോഴത്തെ ആധുനിക നഗരമായ ജിയോങ്ജു തലസ്ഥാനമായി സില്ല 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അതിൻ്റെ ഉന്നതിയിലെത്തി. എന്നിരുന്നാലും ആഭ്യന്തര സംഘർഷങ്ങളും ഗോറിയോ രാജ്യത്തിൽ നിന്നുള്ള ബാഹ്യഭീഷണികളും സില്ലയുടെ രാജവാഴ്ചയെ ക്രമേണ ദുർബലപ്പെടുത്തി. AD 935-ൽ അവസാന ഭരണാധികാരിയായ രാജാവ് ജിയോങ്സുൻ വാങ്ജിയോണിന് കീഴടങ്ങി സില്ലയുടെ അന്ത്യം കുറിച്ചു. രാജ്യം സമാധാനപരമായി ഗോറിയോയിൽ ലയിച്ചു. ഗോറിയോ ഭരണത്തിന് കീഴിൽ ഒരു ഏകീകൃത കൊറിയൻ രാഷ്ട്രത്തിന് തുടക്കമിട്ടു. സില്ലയുടെ പുഞ്ചിരി എന്നറിയപ്പെടുന്ന മേൽക്കൂര ടൈൽ സില്ല കാലഘട്ടത്തിലെ യോങ്മിയോസ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ജപ്പാനീസ് കൊളോണിയൽ കാലഘട്ടത്തിൽ തനാക തോഷിനോബു എന്ന ജാപ്പനീസ് ഡോക്ടറും ടനാക്ക എന്ന കളക്ടറും 1934-ൽ കൊറിയയിലെ ഒരു പുരാതന കടയിൽ നിന്ന് വാങ്ങിയപ്പോഴാണ് ഇത് ആദ്യമായി അക്കാഡമിക് ശ്രദ്ധ നേടിയത്. അതേ വർഷം തന്നെ ഗവൺമെൻറ് ജനറൽ ഓഫ് ചോസൺ മ്യൂസിയത്തിൻ്റെ ഗ്യോങ്ജു ബ്രാഞ്ചിൻ്റെ ഡയറക്ടറായിരുന്ന ഒസാക്കോ കിൻഡാരോ ഒരു ഗവേഷണ പ്രബന്ധത്തിൽ ടൈലിനെക്കുറിച്ച് എഴുതി. 1935-നും 1940-നും ഇടയിൽ കളക്ടർ ടനാക്ക ടൈൽ ജപ്പാനിലേക്ക് കൊണ്ടുപോയി. 1945-ൽ കൊറിയയുടെ വിമോചനം വരെ ഒസാക്ക മ്യൂസിയത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ജപ്പാനിലേക്ക് മടങ്ങി. 1972-ൽ ഒസാക്കയിലെ മുൻ വിദ്യാർത്ഥിയും അന്ന് ജിയോങ്ജു നാഷണൽ മ്യൂസിയത്തിൻ്റെ ഡയറക്ടറുമായിരുന്ന പാർക്ക് ഇൽ ഹുൻ ജപ്പാൻ സന്ദർശിക്കുന്നതുവരെ കൊറിയയിൽ ഈ ടൈൽ ഏറെക്കുറെ മറന്നുപോയിരുന്നു. ആ പുരാതന വസ്തു തിരികെ നൽകാൻ തനാക്കയെ പ്രേരിപ്പിക്കാൻ പാർക്ക് തൻ്റെ മുൻ ഉപദേഷ്ടാവിനെ പ്രേരിപ്പിച്ചു. അപ്പോഴേക്കും ഒസാക്കയ്ക്ക് 96 വയസ്സായിരുന്നു. ഈ ശ്രമത്തെ തൻ്റെ കരിയറിലെ അവസാന നേട്ടമായി കണ്ടതായി റിപ്പോർട്ടുണ്ട്. ശേഖരിച്ച നിരവധി കൊറിയൻ പുരാവസ്തുക്കൾ ഇതിനകം തിരിച്ചു നൽകിയിരുന്ന തനാക്ക തൻ്റെ സ്വീകരണ മുറിയുടെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഈ പ്രത്യേക ടൈൽ ഉപേക്ഷിക്കാൻ മടിച്ചു. ഒടുവിൽ ടൈൽ കൊറിയയ്ക്ക് തിരികെ നൽകാൻ അദ്ദേഹം സമ്മതിച്ചു.
1947 സ്ഥാപിതമായ ലാഖ്ഹുയി കെമിക്കൽ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിൽ നിന്നാണ് LG കോർപ്പറേഷൻ ഉത്ഭവിച്ചത്. ലാഖ്ഹുയി എന്ന പേര് ലക്കി എന്നതിന് സമാനമായി ഉച്ചരിക്കപ്പെട്ടതാണ്. ഇത് 1952 കമ്പനിയുടെ പേര് ലക്കി കെമിക്കൽ കമ്പനി ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ ചെയർമാൻ ഇൻഹോയ് കോയെ പ്രേരിപ്പിച്ചു. 2 വർഷത്തിന് ശേഷം കമ്പനി കൊറിയയിലെ ആദ്യത്തെ ടൂത്ത്പേസ്റ്റ് ലക്കി ടൂത്ത്പേസ്റ്റ് വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പയനിയറിംഗ് കോസ്മെറ്റിക് ഉൽപ്പന്നമായ ലക്കി ക്രീമിൻ്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ടൂത്ത്പേസ്റ്റ് വികസിപ്പിച്ചത്. 1959 ലക്കി ഓയിൽ ആൻഡ് ഫാറ്റ് കമ്പനി ലിമിറ്റഡ് സ്ഥാപിതമായതിനെ തുടർന്ന് കമ്പനി സോപ്പുകളുടെയും ഗ്ലിസറിൻ്റെയും പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് വ്യാപിപ്പിച്ചു. ലക്കി കെമിക്കൽ കൊറിയയുടെ കെമിക്കൽ വ്യവസായത്തിൽ ഒരു ജേതാവായി ഉയർന്നു വരുമ്പോൾ മറ്റൊരു കമ്പനി ഗോൾഡ് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1958 സ്ഥാപിതമായ ഗോൾഡ് സ്റ്റാർ കൊറിയയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയായി മാറി. രാജ്യത്തെ ആദ്യത്തെ റേഡിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ തുടങ്ങിയ നൂതന ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. 1960കളുടെ അവസാനത്തോടെ ലക്കി ഗ്രൂപ്പ് 11 അനുബന്ധ സ്ഥാപനങ്ങളുള്ള ഒരു കൂട്ടായ്മയായി വളർന്നു. പെട്രോ കെമിക്കൽസ്, ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് വ്യവസായങ്ങളിലേക്ക് അതിൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. നിർമ്മാണം, സെക്യൂരിറ്റീസ്, വിതരണം, ഇൻഷുറൻസ്, മറ്റു സേവന മേഖലകൾ എന്നിവയിലേക്കും ഇത് കടന്നു. തുടർച്ചയായ വളർച്ചയുടെ ഭാഗമായി ലക്കിയും ഗോൾഡ് സ്റ്റാറും 1983 ലയിച്ച് ലക്കി ഗോൾഡ് സ്റ്റാർ രൂപീകരിച്ചു. കമ്പനി പിന്നീട് അതിൻ്റെ പേര് LG എന്ന് ലളിതമാക്കി. 1995 ജനുവരി 1 ജീവിതത്തിൻ്റെ നന്മ എന്ന മുദ്രാവാക്യത്തോടൊപ്പം അതിൻ്റെ ഇപ്പോഴത്തെ ഐക്കോണിക് ലോഗോ ചുവന്ന വൃത്താകൃതിയിലുള്ള പുഞ്ചിരിക്കുന്ന മുഖം അവതരിപ്പിച്ചു. ഇന്ന് സില്ലയുടെ പുഞ്ചിരി ജിയോങ്ജുവിൻ്റെ ഒരു അമൂല്യ പ്രതീകമായി തുടരുന്നു. ഇത് കൊറിയയുടെ പുരാതന ഭൂതകാലത്തിൻ്റെ കലാവൈഭവത്തെയും കരകൗശലത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അതേസമയം ഈ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട LGയുടെ പ്രതീകാത്മക ലോഗോ ലോകം, ഭാവി, യുവത്വം, മാനവികത, സാങ്കേതികവിദ്യ എന്നിവയുടെ ഒരു ആധുനിക ചിഹ്നമായി കരുതുന്നു. ഇത് ലോകമെമ്പാടും ഗുണനിലവാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും തിരിച്ചറിയാവുന്ന പ്രതീകമായി തുടരുന്നു.